സിപിഐഎമ്മിനെതിരെയും യുവജന കമ്മീഷനെതിരെയും വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വർണം പൊട്ടിക്കൽ കമ്മീഷനായി സംസ്ഥാന യുവജന കമ്മീഷൻ മാറി. തിങ്കളാഴ്ച യുവജന കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. മനു തോമസിനെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ഇതുകൊണ്ടാണ് പി ജയരാജൻ മിണ്ടാതിരിക്കുന്നത്. കോൺഗ്രസിലേക്ക് വരണമോ എന്ന് മനു തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ രാഹുൽ, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും ആരംഭിച്ചിട്ടില്ലെന്നും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഊഹാപോഹങ്ങൾ മാത്രമെന്നും വ്യക്തമാക്കി. LDFിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് കോവൂർ കുഞ്ഞുമോൻ MLA. മുന്നണിയിലെത്തിയപ്പോൾ തന്ന വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ഉന്നയിക്കും. മറ്റു കക്ഷികൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം RSPLനും ലഭിക്കണമെന്നും കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു. കമ്മിറ്റികളിൽ, സംസ്ഥാന കമ്മിറ്റിയിലും മറ്റു കമ്മിറ്റികളിലെല്ലാം രൂക്ഷമായ വിമർശനമാണ്. MLA ഒന്നും ചോദിച്ചു വാങ്ങുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ LDFിൻ്റെ കൺവീനറെയും CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെ പല ഘട്ടങ്ങളിലായി ഞാനടക്കമുള്ള നേതാക്കന്മാരെ ചെന്ന് കാണുകയും വേണ്ടുന്ന പരിഗണന തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകളും കൊടുത്തിരുന്നു. എന്നാൽ അത് പരിഹരിക്കാം എന്നെല്ലാം പറഞ്ഞിട്ടും നാളിതേവരെ നടന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ രൂക്ഷമായ വിമർശനം ഉയരുകയുണ്ടായി. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിവ്യൂ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിയിൽ വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കന്മാരുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം കാണുക, അതിനുശേഷം CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ കാണുക, അതിനുശേഷം LDFിൻ്റെ കൺവീനറെ കാണുക. ഇങ്ങനെയാണ് നിലപാട്. കരുവന്നൂർ കേസിൽ മുൻ മന്ത്രി K രാധാകൃഷ്ണനെ പ്രതി ചേർക്കണമെന്ന് അനിൽ അക്കര. 4 തിരഞ്ഞെടുപ്പുകളിൽ CPM കരുവന്നൂർ സഹകരണ ബാങ്കിലെ പണം ചിലവഴിച്ചു. തട്ടിപ്പിൽ K രാധാകൃഷ്ണനും കേസിൽ നിർണായക പങ്കുണ്ട്. ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ ഇപ്പോഴത്തെ ED നടപടിയെന്നും പരിശോധിക്കണം. ED കണ്ടുകെട്ടിയ സ്വത്തിന്റെ ഉടമയെ പ്രതി ചേർക്കാത്തത് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണെന്നും അനിൽ അക്കര പറഞ്ഞു.